കണ്ണൂർ വിമാനത്താവളത്തിലെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി യുവാവ് രംഗത്ത്. പരിശോധനയുടെ പേരിൽ ക്രൂരമായി അധിക്ഷേപിച്ചെന്ന് കാസർഗോഡ് ബ്ലാങ്കോട് സ്വദേശി മഹ്ഷാദ് ആരോപിക്കുന്നു. നഗ്നായി നിർത്തി അധിക്ഷേപിച്ചുവെന്നും മറ്റുള്ളവരുടെ മുന്നിൽ കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കാൻ ശ്രമിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. പോകാനും വേണ്ടിയിട്ട് ഇങ്ങനെ ട്രോളിയായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇവർ ഈ ലേഡി ഉണ്ടല്ലോ ആദ്യം പരിശോധിച്ച മറ്റവരെ ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞ് റൂമിൽ കയറുമെന്ന് പറഞ്ഞു. റൂമിൽ കയറിയിട്ട് എൻ്റെ എല്ലാം അയച്ചു മാറ്റാൻ പറഞ്ഞു. പാൻറ്റും അടിവസ്ത്രം എല്ലാം അയച്ചു മാറ്റാൻ പറഞ്ഞു. എൻ്റെ അവരെല്ലാം ചെക്ക് ചെയ്തു. എന്നിട്ട് ഈ വസ്ത്രം കൊണ്ട് ഇവർ പുറത്തു പോയി. വസ്ത്രവും എൻ്റെ മൊബൈല് ഷൂ എല്ലാം കൊണ്ട് പുറത്ത് പോയി. അത് സ്കാൻ ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ കാരണം, എന്ത് ഡൗട്ടാണ് തോന്നാൻ കാരണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവർ കുറേ സമയം എന്നെ ചോദ്യം ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചോദ്യം ചെയ്യില്ല. ഇതൊന്നുമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഡ്രസ്സ് അയച്ച് മാറ്റി പരിശോധിക്കുന്നതും ചെയ്യുന്നതും. അങ്ങനെ എനിക്ക് വളരെ വിഷമമായി. അതിൻ്റെ പുറത്തിറങ്ങിയ സമയത്താണ് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. കാരണം വെച്ചാൽ ഇവർ കുറേ പേരെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 10-20ഓളം കസ്റ്റംസ് ആൾക്കാരുണ്ട്, ഓഫീസ് സ്റ്റാഫുണ്ട്, അവിടുത്തെ എയർപോർട്ട് ജീവനക്കാരുണ്ട്, 10-20ഓളം ആൾക്കാരുണ്ടാവും. അവരെല്ലാം കൂടിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇവർ സംഭവിച്ചാൽ എന്നോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, അതിന് പകരമായിട്ട് അവൻ്റെ തുണി അയപ്പിച്ചു. ആ ഒരു രീതിയിലാണ് മറ്റുള്ളവരോട് പോയിട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. അങ്ങനെ ഇവർ വന്നിട്ട് എൻ്റെ അതെന്നെ മാനസികമായിട്ട് തകർത്തു. അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർ പ്രൊഫഷണലിസ്റ്റ് ആയിട്ട് ആകുമ്പോഴേക്ക് അവർ പേഴ്സണൽ റിവെഞ്ച് ആയിട്ട് എടുക്കാൻ പാടില്ലല്ലോ. സരംഗ് സുരേഷാണ് വിവരങ്ങളുമായി. സരംഗ് നഗ്നാക്കി അധിക്ഷേപിക്കുക, കള്ളക്കടത്തുകാരനായി ചിത്രീകരിക്കുക, അങ്ങനെ അല്ലാത്ത ഒരാളെ അങ്ങനെ ചെയ്യാത്ത സാഹചര്യത്തിൽ അങ്ങനെ ആക്ഷേപിക്കുക എന്നുള്ളൂ. വിദേശ രാജ്യങ്ങളിലും മറ്റും ഇന്ത്യക്കാരെ അത്തരത്തിൽ വിമാനത്താവളത്തിൽ പരിശോധിക്കുന്നതൊക്കെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട ആളുകളെ അത്തരത്തിൽ പരിശോധനകൾക്ക് വിധേയമാക്കിയതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇവിടെ എങ്ങനെ അത് സംഭവിക്കുന്നത്, എന്തെങ്കിലും വിശദീകരണമുണ്ടോ? ഈ പരാതി അതിൻ്റെ മുന്നോട്ടുള്ള നിയമ നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? രതീഷ്, കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ പരാതിക്ക് ആസ്പദമായ സംഭവം നടക്കുന്നത്. മഹ്ഷാദ് ഏറെ വർഷങ്ങളായി പ്രവാസിയായിട്ടുള്ള ഒരു യുവാവാണ്. അവിടെ ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നയാളാണ്. സാധാരണ രീതിയിൽ ഇയാൾ മംഗളൂരു എയർപോർട്ടിലാണ് എത്തി നാട്ടിലേക്ക് വരാറുള്ളത്. എന്നാൽ ഇത്തവണ കണ്ണൂരിലായിരുന്നു ഇറങ്ങിയത്. അവിടെ നിന്നാണ് ഇയാൾക്ക് ഈ രീതിയിലുള്ള തീർത്തും വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. യാതൊരു തരത്തിലുള്ള ചോദ്യങ്ങളോ മറ്റൊന്നും ഇല്ലാതെ തന്നെ ഇയാളെ ഓഫീസിലേക്ക് വിളിച്ച് എത്തിച്ചതിന് ശേഷം നഗ്നാക്കി പരിശോധന നടത്തുകയായിരുന്നു. അതിനുശേഷം ഉദ്യോഗസ്ഥർക്കിടയിൽ വെച്ച് അപമാനിച്ചു. അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയായ ഇയാൾ എന്തുകൊണ്ടാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നതെന്നടക്കമുള്ള ചോദ്യങ്ങളായിരുന്നു ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നതാണ് മഹ്ഷാദ് പറയുന്നത്. മഹ്ഷാദ് ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ടേക്ക് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ആളുകൾക്കിടയിൽ തീർത്തും അപകീർത്തികരമായി തന്നെ അപഹസിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ തന്റെ ജില്ലയടക്കം ഈ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചു എന്നടക്കമുള്ള വാദങ്ങൾ അയാൾ പരാതിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അതോടൊപ്പം തന്നെ കസ്റ്റംസിലെ ഉന്നത മേലധികാരികൾക്കും ഇയാൾ ഇതിനോടകം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. യാതൊരു വിധേനയും ഈ നിയമ നടപടിയിൽ നിന്ന് പിന്നോട്ടേക്ക് പോകില്ല എന്ന് തന്നെയാണ് മഹ്ഷാദിന്റെ കുടുംബം ഏറ്റവും കൂടുതൽ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. സുരേഷാണ് വിവരങ്ങൾ. കാസർഗോഡ് കേരളത്തിൽ തന്നെയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങാം. മാത്രമല്ല കണ്ണൂർ ജില്ല രൂപീകരിക്കുന്ന മുൻപ് കാസർഗോഡും കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്നു. മംഗലാപുരത്ത് തന്നെ ഇറങ്ങണമെന്നില്ല. ആക്ഷേപിക്കപ്പെടുക എന്നത് ഏത് മനുഷ്യരെ സംബന്ധിച്ചും ഏറ്റവും ദുഃഖമുണ്ടാക്കുന്നതാണ്. നിയമ നടപടിയിൽ സ്വാഭാവികമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. സരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.